ഇതോടുകൂടി സീനിയർ പെൺകുട്ടികളുടെ നാടോടി നൃത്തം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ജൂനിയർ, അതിനുശേഷം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഭരതനാട്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ വേദിയിൽ ചെസ് നമ്പർ 162. ടീച്ചറെ നന്നായി കേട്ടോ മോളെ. പുറയിലോട്ട് പാട്ട് ശരിക്കും കേട്ടിരുന്നോ? അതിന് പുറയിൽ ആളൊന്നും ഇല്ലായിരുന്നല്ലോ. കിഷോറെ സാവിത്രി നന്നായിട്ടോ. ഫസ്റ്റ് കുട്ടിക്ക് എന്നെ കിട്ടും, നിനക്ക് ഉണ്ട കിട്ടും. പോ അവിടുന്ന്. നീ ഇങ്ങനെ ബൊമ്മ പോലെ ഇരുന്നോ. സമ്മാനം കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. ഇവിടെ ആരും ചത്തൊന്നുമില്ലല്ലോ. ഒറ്റ ചവിട്ട് വെച്ചെന്താണ്ടല്ലോ. ചേച്ചി എന്തിനാ എന്നെ വെക്കിട്ട് കയറുന്നേ? മര്യാദയിൽ കളിച്ചിരുന്നെങ്കിൽ സമ്മാനം കിട്ടൂലായിരുന്നോ? കിഷോർ ഇറങ്ങിക്കോ, നിന്റെ വീടെത്തി. ചേച്ചി ചേച്ചി കുറവുണ്ട് തെണ്ടിക്ക്. എന്താ സാവിത്രി ഇത്? അല്ല ടീച്ചറെ, അവന്റെ സൂക്കേടുണ്ടോ? പോട്ടിടി, അവൻ കുട്ടിയല്ലേ, നീ സങ്കടപ്പെടണ്ട. അടുത്ത കോമ്പറ്റീഷന് നമ്മൾ എന്തായാലും പ്രൈസ് വാങ്ങിയിരിക്കും. അയ്യോ, ഞാനൊരു കോമ്പറ്റീഷനും ഇല്ലേ. ഒരോണക്ക മത്സരവും കുറെ വിവരം കേട്ട ജഡ്ജിമാരും. അതെ, അവിടെ നിർത്തിക്കോ, ഇറങ്ങിക്കോ. ശരി പോട്ടെ ടീച്ചറെ. ശരി മോളെ. ഇനിയിപ്പോ ഇവിടെ എന്താണാവോ കൂത്ത്? വന്നോ? ഇന്ന് എവിടെയായിരുന്നടി പാട്ട് കൂത്തും? നീ കഴിക്കടോ. പെണ്ണെ മുമ്പൊന്ന് മാറടി, പോയി കിടന്നുറങ്ങാളെ. കളനെ കാലിനും വേണ്ടേ? ഗോപിയെ ഇതൊന്ന് ശരിയാക്കിയേ. ആ പെണ്ണ് കടത്തി പണ്ടാരടക്കെ മനസ്സമാധാനത്തോട് കണ്ടുപിടിക്കാൻ ഈ തള സമ്മതിക്കൂല. എന്താണേ എപ്പ ടി വി വെച്ചാൽ ഈ കുരുപ്പ് വന്ന് നിർത്തും. അശ്രീനയം 24 മണിക്കൂറും തള്ള ടിവിയുടെ മുമ്പ് തന്നെ. ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൂട്ടും, പറഞ്ഞല്ലാതെ വേണ്ട. ഇവളെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ ഗോപിയേട്ടാ? അത് നീ നശൂലത്തിന്റെ തെരഞ്ഞ ആരിങ്ങോട്ട് വരാനാ? ആ ലൈൻമാൻ ദിവാകനെ എത്ര തവണ ഇവിടെ അന്വേഷിച്ചു വന്നതാ. അപ്പൊ ഇവൾക്ക് അവൻ സൗന്ദര്യം പോരാന്ന്. നിനക്ക് എത്ര വയസ്സായടി? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? നിന്റെ അമ്മയുടെ 16-ന്. കുമാര, എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി നീ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഇനിയിപ്പൊ വല്ല ചട്ടനോ പൊട്ടനോ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അക്കാര്യത്തിൽ 10 പൈസ ഞാൻ ചെലവാക്കൂല. അത്ര ബുദ്ധിമുട്ടി ഇവിടെ ആരും എനിക്ക് ചെറുക്കനെ ഉണ്ടാക്കണ്ട. സ്വന്തം കൂടെ വയസ്സറിയില്ല, പിന്നെ ആ ചെക്കൻ. എന്താടി നിന്ന് പെറുപിറുക്കുന്നത്? തിങ്കളാഴ്ച ഇവിടെ കുറച്ചു പേര് വരും പെണ്ണേ. നീ കണ്ടവിടെ സർക്കിട്ട് അടിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. മതി കട്ടത്. ഈ പെണ്ണ് ഗോപിയെ ഇവളെ പിന്നെയും കടത്തി. ഗോപി, നീ പിന്നെയും കെട്ടിയാ? നിക്ക് നിക്ക് നിക്ക്. ഇത് ഇവന്റെ എത്രാമത്തെ കല്യാണാവോ?
വാ. എന്നാ പിന്നെ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്താ മകന്റെ പേര്? സമയാന്ത് ഏ? സമയാന്ത്. ആ നീ പോയിട്ട് ഒരു ചായ തിളപ്പിക്ക്. മോളെ സാവിത്രി, അവളുടെ തള്ളയെ നിങ്ങൾ കെട്ടിക്കൊണ്ടു വന്നപ്പോഴേ എനിക്കൊരു ശല്യമായിരുന്നു. ഇപ്പോഴെഴുതാ വെളും. ഓ, ഞാൻ വന്നത് സാവിത്രിക്ക് ഇഷ്ടായില്ലെന്നാ തോന്നണേ. അതൊന്നും നീ നോക്കണ്ട, അവളോട് പോവാൻ പറ. അതിന്റെ മോളല്ലേ, നശൂലത്തിന് ആരുടെങ്കിലും കൂടെ പറഞ്ഞേച്ചാ പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ. എന്താ അവളുടെ ഒരു ഭാവം. എന്താണ് ഇനി കളിച്ചത്? ആ. എന്റെ വീട്ടിൽ പറഞ്ഞ് ഒരു പട്ടിയും ചോദിക്കണ്ടല്ല. കാണിച്ചറിയില്ല എനിക്ക്. ഇങ്ങോട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചോദിക്കും. ഒരു പട്ടിയും ചോദിക്കണ്ടല്ലോ. മച്ചാരി മിണ്ടല്ലോ തള്ളേ. എവിടേക്ക് പോയി ചോദിയട്ടെ. എന്ത് പറയാനാണ് പഠിച്ചോ കാഞ്ഞടിച്ചു ഓട്ടിക്കുന്നു. ആ സാവിത്രേ, ഞങ്ങള് കൊണ്ടുവിടണോ? പോടാ പട്ടി. വിടറാ, ചീള് കേസ്. നീ വാ. പുതിയ ആള് വീട്ടിൽ വന്നതിന്റെ ലക്ഷണം മുഖത്തുണ്ടല്ലോ. ചേച്ചി, മോള് പോയി കിടന്നു. നീ വല്ലതും കഴിച്ചോ മോളെ? സാവിത്രി മോളെ,